മെട്രിന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ആത്മീയമായിട്ടുള്ള റാങ്ക് വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തുടർമാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്? ദൈവം നമ്മളെ വിളിച്ചു, നമുക്ക് റാങ്ക് അത് മാർക്ക് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. മാർക്ക് ചെയ്ത് രണ്ടാമത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മാൻറ്റിലിനെ കുറിച്ചാണ്. ദൈവം നമുക്ക് ഒരു പുതപ്പ് അല്ലെങ്കിൽ ഒരു മേലങ്കി നമുക്ക് തന്നു, മാൻറ്റിൽ. അത് അനോയിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മാൻറ്റിൽ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ഒരു പുതപ്പ് കിട്ടിയെന്നുള്ളതല്ല, ദൈവം ഒരു അനോയിൻറ്റിങ് തരികയാണ്. അനോയിൻറ്റിങ് ഇവിടെ തന്നെ കിടക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ അനോയിൻറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഒരു 6-7 എപ്പിസോഡ് ഇനി എടുക്കുന്നുണ്ട്. അന്നേരം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാവും. ഇതെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഈ റാങ്കിനെ കുറിച്ച് പറയുമ്പം പറയാം. ഒരു അനോയിൻറ്റിങ്, ഏലിയാവിൻ്റെ അനോയിൻറ്റിങ് ഏലിശായിൽ ചെന്നു. ഏലിശായിൽ നിന്ന് ഗേഹസി പോകേണ്ട ഗേഹസി പോയില്ല. എന്നാൽ അത് ഏതോ സമയത്ത് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് യോഹന്നാൻ സ്നാപകൻ്റെ അവിടെ ചെന്നു. യോഹന്നാൻ സ്നാപകൻ ചെന്നിട്ട് യോഹന്നാന് മരിച്ചു പോകുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതെല്ലാം മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. അതിനെക്കുറിച്ച് ദൈവമൊന്നും യേശു ഒന്നും പറഞ്ഞില്ല. യേശു മിണ്ടാതിരുന്ന കാര്യമൊക്കെ പറഞ്ഞത്. എന്നാൽ ഈ അനോയിൻറ്റിങ് എന്ന് പറയുന്നത് ഒരു സീഡ് പോലാണ്. അത് ഒരു മാങ്ങയുടെ സീഡ് എവിടെ നട്ടാലും മാങ്ങ വരുന്നു എന്ന് പറയുന്ന പോലെ ശൗലിനെ അരിക്കൽ ദാവീദ് ചെന്ന് ദാവീദിനെ കൊല്ലാനായിട്ട് ശൗലിരിക്കുകയാണ്. എന്നിട്ടും ശൗലിനെ ദാവീദ് കൊല്ലുന്നില്ല, ചാൻസ് കിട്ടിയിട്ടും. അവൻ പറയുന്നു, ദൈവത്തിൻ്റെ അഭിഷേകത്തിനെ ഞാൻ തൊടുകയില്ല. എന്നാൽ ശൗലിനെ ദൈവം റിജക്റ്റ് ചെയ്തു, എന്നാലും അവൻ്റെ അനോയിൻറ്റിങ് നഷ്ടപ്പെട്ടില്ല. അത് ദാവീദിനറിയായിരുന്നു. ശൗലിനെ ദൈവം റിജക്റ്റ് ചെയ്തു എന്ന് ദാവീദിനറിയാമായിരുന്നു. എന്നിട്ടും അവൻ്റെ മേലെ അഭിഷേകത്തെ ദാവീദ് മാനിക്കുന്നതായിട്ട് കാണും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ദൈവത്തിൻ്റെ വരങ്ങളെ ദൈവം തിരിച്ചു വിളിക്കാറില്ല. അനുദപിക്കുന്നില്ലല്ലോ എന്ന് മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഇറ്റ് ഈസ് ഇൻസ്റ്റഡ് ഓഫ് ഇറവക്കബിൾ. അത് ദൈവം തിരിച്ചെടുക്കാറില്ല എന്നുള്ളതാണ്. ദൈവം അഭിഷേകം തന്നാൽ ഇറ്റ് ഈസ് എ ഡൺ ഡീൽ. അത് തന്നാൽ തന്നതാണ്. അത് അഭിഷേകം അതുകൊണ്ട് വരുന്നതല്ല, അതിനായി പ്രാർത്ഥിക്കുകയും വേണ്ട. അത് ദൈവമാണ് അത് കൊടുക്കുന്നത്. നമ്മൾ ഈ അഭിഷേകത്തെക്കുറിച്ചൊക്കെ ഇത്തിരി കാര്യങ്ങൾ തെറ്റായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതാണ് അഭിഷേകം എന്നൊക്കെ പറയുന്നത് അതല്ല. ഒരു അസൈൻമെൻറ്റിന് വേണ്ടി ദൈവം ഒരുക്കുന്നതാണ്. നമ്മൾ അതിലേക്ക് വരുമ്പോൾ നമ്മൾ പറയാം. നമ്മൾ വളരുന്നത് യു ആർ ഗ്രോ ഇൻ ഗ്രേസ് ആൻഡ് റാങ്ക്. റാങ്കിലും കൃപയിലുമാണ് വളരുന്നത്. ഈ കൃപയിലുള്ള വളർച്ചയെക്കുറിച്ചും എടുക്കുന്നുണ്ട്. മിസ്റ്ററി ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞിട്ട് കൃപയുടെ മർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ പറയാം. എങ്ങനെയാണ് കൃപയിൽ വളരുന്നത്? നിങ്ങൾ റാങ്ക് വളരുന്നത് പ്രാർത്ഥിക്കുന്നതിലൂടെ അല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ എനർജൈസ് അല്ലെങ്കിൽ ശക്തി കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് ഇൻക്രീസിങ് യുവർ കപ്പാസിറ്റി ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ നിങ്ങളുടെ കഴിവിനെ വർദ്ധിപ്പിക്കുകയാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, മോർ യു പ്രേ, മോർ യു അസൈൻ യുവർ ഏഞ്ചൽസ്. നിങ്ങളുടെ ദൂതന്മാരെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യണം. പ്രാർത്ഥന ഭാവിയിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. അനോയിൻറ്റിങ് ഭാവിയിലേക്കുള്ളതല്ല, ഇപ്പോഴേ നിങ്ങൾക്ക് വന്നിട്ട് ചെയ്യേണ്ട ഒന്നാണ്. യേശു പ്രാർത്ഥിച്ചപ്പോൾ എന്തോ പറഞ്ഞ്? എന്നിൽ വിശ്വസിക്കാൻ പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 17-ാം അധ്യായത്തിലുള്ള കാര്യമാണ് പറയുന്നത്. എന്നിൽ വിശ്വസിക്കാൻ പോകുന്നവർക്ക് വേണ്ടി. ഇവരെയും വിശ്വസിച്ചിട്ടില്ല, അതല്ലേ മനസ്സിലാക്കുന്നത്? പ്രാർത്ഥന നിങ്ങളുടെ ഭാവി കാര്യങ്ങളെ ഒരുക്കുന്നതിനുള്ളൊരു കാര്യമാണ്. അതാണ് പ്രാർത്ഥനയുടെ ശക്തി. ഇപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം വരിക എന്നുള്ളതല്ല. ഇതെല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണ് കേട്ടോ. പ്രാർത്ഥനയും ഗ്രേസും അനോയിൻറ്റിങ്ങും ഒക്കെ ഇൻ്റർലിങ്ക്ഡ് ആണ്. അപ്പോൾ ഈ പ്രാർത്ഥിക്കുമ്പോഴൊരു ശക്തിയുടെ ബാങ്കുണ്ട്. ആ ബാങ്കിലേക്ക് അത് പോവുകയാണ്. നിങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കും. അതിനൊപ്പം ഗ്രേസും കൂടെ കാണും. ഗ്രേസ് പഠിക്കുമ്പോൾ ഞാൻ പറയാം. അതിനാൽ പ്രാർത്ഥനയാൽ നിങ്ങളുടെ റാങ്ക് വർദ്ധിക്കുകയല്ല, ദൈവത്തിന് കൊടുക്കുന്നതിൽ കൂടിയും നിങ്ങളുടെ റാങ്ക് വർദ്ധിക്കുകയില്ല. ദൈവം സ്നേഹമാണ്. സ്നേഹം അതും നിങ്ങളുടെ ആത്മീയ റാങ്ക് വർദ്ധിപ്പിക്കുന്നില്ല. നിങ്ങളുടെ റാങ്ക് വർദ്ധിപ്പിക്കുന്നതിന് വേറൊരു മാർഗമാണ് ദൈവം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് പരീക്ഷകൾ,
ടെംപ്റ്റേഷൻ അത് ജയിക്കുന്നതിലൂടെയാണ് നമ്മൾ റാങ്ക് വർദ്ധിപ്പിക്കുന്നത്. ഇതിൽ ടൈം ഫാക്ടർ ഇല്ല. ഈ ബയോളജിക്കൽ എന്ന് വെച്ചാൽ ലോകപരമായിട്ടുള്ള ഒരു വളർച്ച, അതാണ് ടൈം ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. എന്നാൽ നമ്മളെ ഒരു ടെസ്റ്റിൽ കൂടി ദൈവം കടത്തിവിട്ട് അതിനകത്ത് നിന്ന് നമുക്കൊരു വിജയം വരുമ്പോഴാണ് നമ്മുടെ റാങ്ക് വർദ്ധിപ്പിക്കുക. നമുക്കറിയത്തില്ല നമ്മൾ പരീക്ഷ പാസ്സാവുന്ന കാര്യം. പരീക്ഷ പാസ്സാവുമ്പോഴല്ലേ റാങ്ക് കിട്ടുന്നത്. ഈ ടെംപ്റ്റേഷനും ടെസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ടെംപ്റ്റേഷനും ടെസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ടെംപ്റ്റ് ചെയ്യുന്നത് പിശാചാണ്. ദൈവം ടെംപ്റ്റ് ചെയ്യാറില്ല, എന്നാൽ ടെംപ്റ്റ് ചെയ്യാൻ അനുവദിക്കും. എന്നാൽ ടെസ്റ്റ് ചെയ്യുന്നത് ദൈവമാണ്. അതെല്ലാം പറയാം. ഇഫ് യു പാസ് എ ടെസ്റ്റ്, നിങ്ങളൊരു ടെസ്റ്റ് പാസ്സാകുമ്പോൾ യു ആർ ഗ്രോയിങ് ഇൻ ഗ്രേസ്, കൃപയിൽ നിങ്ങൾ വളരും. ശ്രദ്ധിക്കുക, നിങ്ങളൊരു ടെസ്റ്റ് പാസ്സാകുമ്പോൾ നിങ്ങൾ കൃപയിൽ വളരും. എന്നാൽ നിങ്ങൾ ടെംപ്റ്റേഷൻ പാസ്സാകുമ്പോൾ നിങ്ങൾ റാങ്കിൽ വളരും. വെൻ യു ഓവർകം ടെംപ്റ്റേഷൻ യു ഗ്രോ ഇൻ റാങ്ക്. റോമർ 12:6 ദ മെഷർ ഓഫ് ഗ്രേസ് ഗിവൺ ടു ഓൾ. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ഇങ്ങനെ താഴോട്ട് വഴിയിട്ടുണ്ട്. സോ pertaining to gift, every gift is backed up by grace. എല്ലാ ഗിഫ്റ്റുകളും കൃപയ്ക്കൊത്തവണ്ണമാണ് തരുന്നത്. അതാരാ തരുന്നത്? ദൈവമാണ് തരുന്നത്. 1 കൊരിന്ത്യർ 15:10 എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപ അത്രേ. ഇവിടെ പറയുന്ന നോക്കിയ ഗ്രേസ് ഓഫ് ഗോഡ് വിൽ എൻഡ് അപ്പ് ഇൻ വെയിൻ ഇഫ് യു ഡോണ്ട് നോ അബൌട്ട് ദ ഗിഫ്റ്റ്. നിങ്ങൾക്ക് ദാനങ്ങളെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ പകർന്നിരിക്കുന്ന ദൈവകൃപ യൂസ്ലെസ് ആയിപ്പോകും. അതുകൊണ്ട് എല്ലാ ഗിഫ്റ്റുകളും ദൈവകൃപയിലാണ് തന്നിരിക്കുന്നത്. അത് ഈ ടെസ്റ്റ് പാസ്സായതിനു ശേഷമാണ് നിങ്ങളുടെ കൃപ വളരുന്നത്. അതിനാണ് കൃപമേൽ കൃപ എന്ന് പറയുന്നത്. ദൈവം നമ്മളെ ടെംപ്റ്റ് ചെയ്യില്ല, എന്നാൽ ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യും. ഡെവിൾ നമ്മളെ ടെസ്റ്റ് ചെയ്യില്ല, നമ്മളെ ടെംപ്റ്റ് ചെയ്യും. യേശു സ്നാനപ്പെട്ടിട്ട് അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, ഈ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? അവനെ മരുഭൂമിയിലേക്ക് ടെംപ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി. ഇത് മത്തായി 4:1 പറയുന്ന കാര്യമാണ്. പിശാച് നിങ്ങളെ അന്വേഷിച്ച് വരികയല്ല, എന്നാൽ നിങ്ങളെ അങ്ങോട്ട് നടത്തും. അല്ലേ? പിശാച് നിങ്ങളെ ഒരിക്കലും അന്വേഷിച്ച് വരികയല്ല ചെയ്യുന്നത്, നിങ്ങളെ അങ്ങോട്ട് നടത്തും. ഇവിടെ പരിശുദ്ധാത്മാവ് യേശുവിനെ ടെംപ്റ്റ് ചെയ്യാനായിട്ട് വിടുന്നു എന്നാണ് പറയുന്നത്. എന്തിനാണ്? അവൻ്റെ റാങ്ക് വർദ്ധിക്കണം. യേശു ദൈവമല്ലായിരുന്നോ? ആയിരുന്നു. അവൻ്റെ റാങ്ക് എന്തിനാ വർദ്ധിക്കുന്നത്? ദിസ് ഈസ് നോട്ട് ഓൺലി ആപ്ലിക്കബിൾ ടു ജീസസ് ബട്ട് ഫോർ എവ്രി വൺ. എല്ലാവർക്കും ആവശ്യമാണ്. അതുകൊണ്ട് യേശു ആ ടെംപ്റ്റേഷനിൽ കൂടി കടന്നു പോവുകയാണ്. ജീസസ് വാണ്ട് ടു ഷോ ഇറ്റ്. ദൈവം അത് യേശു അത് ചെയ്യുവാനായിട്ട് അത് കാണിക്കുകയായിരുന്നു. അപ്പത്തിനെ കുറിച്ചുള്ള ടെംപ്റ്റേഷൻ വന്നു. ഫാസ്റ്റ് ചെയ്യല്ലേ, അപ്പത്തെക്കുറിച്ചുള്ള ടെംപ്റ്റേഷൻ വന്നു. യേശു പറഞ്ഞില്ല, നിനക്കറിയാമല്ലോ ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നെ ടെംപ്റ്റ് ചെയ്യണം എന്നൊന്നും ചോദിച്ചില്ല. ജീസസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഈസ് ദ ടെംപ്റ്റേഷൻ. ടെംപ്റ്റേഷൻ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയല്ല ചെയ്യുന്നത്. ഒരു മനുഷ്യനും ടെംപ്റ്റായി ഫെയിലായാൽ പിശാച് തെറ്റിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പിശാച് അതിനു വേണ്ടിയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ദൈവം തന്നിട്ടുണ്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ടെംപ്റ്റേഷൻ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യത്തൊന്നുമില്ല. അയ്യോ ടെംപ്റ്റേഷൻ വന്നു പരിശുദ്ധ, അത് നിങ്ങളെ റാങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ്. പിശാച് തെറ്റിച്ചെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. പിശാച് അതിനു വേണ്ടി ഇരിക്കുകയാണ്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ ദൈവം അവകാശം തന്നിട്ടുണ്ട്. നമ്മൾ ദൈവത്തെയും പിശാചിനെയും ഒന്നും കുറ്റം പറയേണ്ട യാതൊരു ആവശ്യവുമില്ല.
ഒരു ഉദാഹരണം ഞാൻ പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾ യൂത്തായിട്ടിരിക്കുകയാണ്, അവൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റോങ് വൈഫ്, അങ്ങനെ ഉണ്ടാവണം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ചില റിലേഷനൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴേ. മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങിക്കൊണ്ടല്ല മെസ്സേജ് അയക്കുന്നത് അല്ലേ, നിങ്ങളുടെ വിരലുകൾ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്താണ് അയക്കുന്നത്. നിങ്ങൾ പറയുകയാണ്, അവളോട് പറയുകയാണ് നിങ്ങളുടെ റൂം നമ്പർ ഇവിടാണ്, നിങ്ങൾ ഇപ്പം ഇന്ന ഹോട്ടലിലാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് ഉറങ്ങിക്കൊണ്ടൊന്നുമല്ല, നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ്. പിന്നെ പാപത്തിൽ നിങ്ങൾ അകപ്പെട്ടിട്ട് ദൈവത്തെ പിശാചിനെ ബ്ലെയിം ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലേ? ഓക്കെ, അത്രേ ഇത് പറയുന്നുള്ളൂ, അത് കൂടുതൽ പറയുന്നില്ല. നിങ്ങളുടെ റാങ്ക് വർദ്ധിപ്പിക്കാനായി ടെംപ്റ്റേഷനിലേക്ക് നടത്തപ്പെടാം. ടെംപ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും അതിനോടൊപ്പം ഉണ്ട്. There's a tiny door to escape. നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ടൊരു ഇടുങ്ങിയ വാതിലുണ്ട്. എന്നാൽ കൂടുതലും ആളുകളും ആ വാതിൽ ശ്രദ്ധിക്കപ്പെടാവൂ. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അവർ ടെംപ്റ്റേഷന് കീഴ്പ്പെടും. യേശു ദൈവവചനം ഉപയോഗിച്ചായി കാണുന്നു. മാൻ ഷാൽ നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ. ആവർത്തന പുസ്തകം 8-ാം അധ്യായം കോട്ട് ചെയ്യാൻ. അതിനാൽ നിങ്ങളുടെ ഉള്ളിൽ വചനമുണ്ടായാൽ ടെംപ്റ്റേഷൻ വരുന്ന സമയത്ത് വചനം നിങ്ങളിലുണ്ടെങ്കിൽ അത് നിങ്ങളെ സഹായിക്കും. യേശു ബൈബിൾ ഉപയോഗിക്കുന്നതായിട്ട് കാണും. അപ്പോൾ പിശാച് പറഞ്ഞു, നീ ബൈബിൾ ഉപയോഗിക്കില്ലേ, എങ്കിലേ ഞാനും അതങ്ങ് ഉപയോഗിക്കാം. നിന്റെ കാൽ കല്ലിൽ തട്ടാതെ ദൂതന്മാരെ അയക്കും. ബൈബിള് കോട്ട് ചെയ്യാൻ തുടങ്ങി പിശാച്. ഇവിടെ യേശുവിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഫൈറ്റ് ചെയ്യുന്നില്ല, എന്നാൽ വചനം ഫൈറ്റ് ചെയ്യാണ്. യേശു പ്രാർത്ഥനയിൽ പഠിപ്പിച്ചത് ഇതാണ്. യേശു പ്രാർത്ഥനയെ പഠിപ്പിച്ചത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലെ 13-ാം വാക്യത്തിൽ പറയുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴേ നോട്ട് ലീഡ് മീ ഇൻ ടു ടെംപ്റ്റേഷൻ. ദൈവത്തോടെ പറയുന്നത് നോട്ട് ലീഡ് മീ ഇൻ ടു ടെംപ്റ്റേഷൻ. അന്നേരം ആരാ ദൈവം ടെംപ്റ്റേഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്? ദൈവമാണ്. അത് ദൈവത്തോട് പറയാം, ദൈവമേ എന്നെ ടെംപ്റ്റേഷനിലേക്ക് ലീഡ് ചെയ്യരുതേ. ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നത്, പിശാചിനോടല്ല പറയുന്നത്. യേശു ജയിച്ചതുപോലെ എല്ലാവർക്കും ജയിച്ചെന്ന് വരാൻ സാധ്യമാകുകയില്ല. അതിനാൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ പരീക്ഷയിൽ അകപ്പെടുത്തരുത്. ടെസ്റ്റിംഗ് അല്ല, ടെംപ്റ്റിംഗ് ആണ് എല്ലാവർക്കും. അതുകൊണ്ട് ഈ ടെംപ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഹൈ റാങ്ക് കിട്ടുന്നുമില്ല. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളെ, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് അശേഷം സന്തോഷം എന്നെണ്ണുവീൻ. കാരണം താഴെ 4-ാം വാക്യത്തിലുണ്ട്, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞ ഒരു സമ്പൂർണ്ണരുമാകേണ്ടത്. അത് നിങ്ങളെ പൂർണ്ണരാക്കുക, സമ്പൂർണ്ണരാക്കുക, അതിനുവേണ്ടി തന്നെ വിവിധ പരീക്ഷകൾ നിങ്ങളെ അകപ്പെടുന്നത്. അതുകൊണ്ട് ഗോഡ് വിൽ ടെംപ്റ്റ്. ദൈവമാണ് പല പരീക്ഷകളും നിങ്ങളെ ഏൽപ്പിക്കുന്നത്. യിരെമ്യാ പ്രവചനം 17:10 ഇതെല്ലാം പ്രധാനപ്പെട്ട വാക്യമാണ്. യിരെമ്യാ പ്രവചനം 17:10 യഹോവയെ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരങ്ങളെ പരീക്ഷിച്ച് ഒരുത്തൻ അവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. അത് ഹൃദയത്തെ പരീക്ഷിക്കുകയും ശോധന ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഗോഡ് വിൽ ടെസ്റ്റ് മാൻ. ഗോഡ് വിൽ ടെസ്റ്റ് മാൻ. സങ്കീർത്തനം 26:2 യഹോവേ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. സെർച്ച് മൈ സ്പിരിറ്റ്, എക്സാമിൻ മീ ഓ ലോർഡ്. ദാവീദ് പറയുന്നതാണ്. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചിട്ട് ഗോഡ് ടെസ്റ്റഡ് എബ്രഹാം ആൻഡ് എൻഡഡ് ഇൻ ഗ്രേസ്. അതുകൊണ്ടാണ് അബ്രഹാം ദൈവത്തിൻ്റെ സുഹൃത്തായത്. ഗ്രേസ് ബ്രിങ് us ക്ലോസർ ടു ഗോഡ്. ദൈവത്തിനോട് അടുത്ത് കൊണ്ടുവരുന്ന നമ്മളെ കൃപയാണ്. വിശ്വാസികളുടെ പിതാവായി തീർന്നു. ബിക്കോസ് ഓഫ് എന്തുകൊണ്ടാണ്? അവൻ്റെ കൃപയും
അവൻ്റെ വിശ്വാസവും. ഇത് രണ്ടും നമുക്കൊരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. വി കനോട്ട് സെപ്പറേറ്റ് ദം. വി ആർ സേവ്ഡ് ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത്. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത്, രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താൽ, കൃപയാലുള്ള വിശ്വാസം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ കൃപയിൽ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ പിശാച് നമ്മളെ ടെംപ്റ്റ് ചെയ്ത് നമ്മളെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എപ്പോഴും തന്നെ ഈ ഫ്ലഷ്, ജഡത്തിൻ്റെയോ അല്ലെങ്കിൽ സെക്സിൻ്റെയോ ഒക്കെയുള്ള ടെംപ്റ്റേഷൻ മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ, തത്വങ്ങൾക്കെതിരായിട്ടുള്ള ഏത് പാപവും, എന്ത് ആക്ടിവിറ്റിയും പാപമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ അവൻ്റെ പ്രസൻസ് നമ്മൾ ഇൻക്രീസ് ചെയ്യണം. ഇൻക്രീസ് ദ ഹങ്കർ ഓഫ് ഗോഡ്, ഹങ്കർ ഫോർ റൈച്ചസ്നെസ്, ദ വേർഡ് ഓഫ് നോളജ്. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. മത്തായി 5:6. അവൻ്റെ പ്രസൻസ്, ദൈവവചനത്തിന് വേണ്ടിയുള്ള ഹങ്കർ നമുക്ക് വേണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് നമ്മളെ നടത്തണം, ഹൈ റാങ്കിലുള്ളവർ നമ്മളെ നടത്തണം, മെൻറ്റർ ചെയ്യണം. പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും ഒക്കെ ദൈവം തിരഞ്ഞെടുത്തു, അവരെ മെൻറ്റർ ചെയ്തു. 1 കൊരിന്ത്യർ 4:15 നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ഈ ക്രിസ്തുയേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. നോക്കി, പൗലോസ് പറയാണ്, കൊരിന്ത്യ സഭയോട് പറയാണ്, നിങ്ങളെ ജനിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിതാവായിട്ട് ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മെൻറ്റർ ചെയ്യുന്ന ചില ആളുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മൾ സ്പിരിച്വൽ റാങ്ക് വളരുന്നതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കണം, സ്പിരിച്വൽ റാങ്ക് വളരുന്നതിന്. നേരത്തെ എന്തോ ഒന്നാമത് പറഞ്ഞെന്തോ, ഇതെല്ലാം ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്ത് റാങ്ക് തരും എന്നൊക്കെ പറഞ്ഞെങ്കിൽ, പിശാച് ടെംപ്റ്റ് ചെയ്യും, ദൈവം ടെസ്റ്റ് ചെയ്ത് റാങ്കൊക്കെ തരുമെന്ന് പറഞ്ഞെങ്കിൽ, അതിനോടൊപ്പം തന്നെ ഇൻക്രീസിങ് ഹങ്കർ, ദൈവവചനത്തിനുള്ള താല്പര്യം നമ്മൾ വരണം. നമ്മളെ മെൻറ്റർ ചെയ്യണം, നമ്മളെ ഗൈഡ് ചെയ്യണം, നമ്മളെ പഠിപ്പിക്കണം. മൂന്നാമതൊരു കാര്യമുള്ളത്, നെവർ സ്പീക്ക് അഗൻസ്റ്റ്, ഹോണർ ദ ഫാദർ ആൻഡ് ലീഡേഴ്സ് യൂസ്ഡ് ബൈ ഗോഡ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ആളുകൾ, നിങ്ങളുടെ സ്പിരിച്വൽ ഫാദർ, അവരെ നമ്മൾ ഹോണർ ചെയ്യണം. പലരും നിങ്ങളെ നടത്തിയിട്ടുണ്ട് ദൈവവചനത്തിൽ. സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ദൈവവചന പ്രകാരം നടത്തിയായിരിക്കാം. അവരെ നിങ്ങൾ ഹോണർ ചെയ്യണം, ഏറ്റവും ആവശ്യമാണ്. സദൃശവാക്യം 22:28 നിന്റെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന പണ്ടത്തെ അതിർ നീ മാറ്റരുത്. എല്ലാ കാര്യങ്ങളും, പല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ഒരിക്കലും മാറ്റരുത്. വേറൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ടുള്ളത്, നെവർ സ്പീക്ക് അഗൻസ്റ്റ് എ മാൻ ഓർ വുമൺ ഓഫ് ഗോഡ്. നമുക്കറിയാം, എല്ലാവരും ഒരേ സീസണിൽ എല്ലാവരും ഒരുപോലെ ഇരിക്കുകയില്ല. ഒരിക്കലും ദൈവഭാഗത്ത് നന്നായിട്ട് നിന്നവർ പോലും പിന്നീട് തെറ്റിപ്പോയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം പിശാച് തെറ്റിച്ചുകൊണ്ട് പോകുന്നതുണ്ട്. ദേമാസ് ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി എന്ന് പൗലോസ് പറയുന്നു. ഹുമിനയാസിനെ ഒക്കെ സാത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കാര്യം പൗലോസ് പറയും. ഇതെല്ലാം ഇങ്ങനെ നിൽക്കുന്ന, തെറ്റിപ്പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ദൈവത്തിൽ മറച്ചു വെച്ച കാര്യമൊക്കെ നമുക്കറിയാം. വസ്തുവകകൾ വിറ്റിട്ട് അതെല്ലാം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവെക്കാതെ അനന്യാസും സപ്പീറയുടെയും കാര്യം നമുക്കറിയാം. അവരെ ദൈവസന്നിധിയിൽ മറച്ചു വെച്ച കാര്യം അറിയാം. ഇതെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് എപ്പോഴും തെറ്റിപ്പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അങ്ങനെ ഒരാൾ തെറ്റിപ്പോയി എങ്കിൽ പോലും നമ്മൾ അവരെ കണ്ടം ചെയ്യാനായിട്ട് പാടില്ല. കാരണം അവർ ദൈവത്തിൻ്റെ അഭിഷക്തരാണ്. നേരത്തെ ദാവീദിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ശൗലിനെ നിന്ന് രാജ്യത്വം മാറി, അവൻ്റെ അഭിഷേകം അവൻ്റെ മേലുണ്ട്, അവൻ്റെ രാജ്യത്വം മാറി അവൻ മരിക്കുമെന്ന് ദാവീദിന് അറിയാമെങ്കിലും ദാവീദ് അവനെ കൊല്ലാനോ അവൻ്റെ നേരെ എഗൻസ്റ്റായിട്ട് നിൽക്കാനോ ഇടവന്നില്ല. അത് ചെയ്തില്ല എന്ന് നമ്മളെ കാണുന്നു. റോമർക്കെഴുതിയ ലേഖനം 14:4 മറ്റൊരുത്തൻ്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ. അവൻ നിൽക്കും താനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. അവിടെ നമ്മൾ പോയി വിധിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ ഈ യൂട്യൂബ് ചാനലൊക്കെ കാണാൻ ഒരുപാട് ദേവദാസന്മാരെ കുറിച്ച് നെഗറ്റീവായിട്ടും
അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറ്റമോ അവരുടെ വാക്കുകളിൽ നിന്ന് വന്നിരിക്കുന്നോ ഒക്കെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. പലർക്കും അറിയത്തില്ല അവർ അഭിഷിക്തരാണോ അല്ലയോ എന്ന് പോലും അറിയത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും അല്ലാതെ വിളിച്ചു പറയുന്നതൊക്കെ കാണാം. ചിലപ്പോൾ അതൊക്കെ സഭയെ പോലും നശിപ്പിച്ച് കളയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വന്നെന്ന് വരാം. എന്നാൽ അവരെ കണ്ടം ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ഓരോ വാക്കുകളും അത് വാളാണ്. വാക്കുകൾ മരിക്കുന്നില്ല. നല്ലത് പറഞ്ഞാലും തീയത് പറഞ്ഞാലും മരിക്കും. ഇതൊക്കെ വലിയൊരു തിരിച്ചറിവാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതായിട്ടൊരു തിരിച്ചറിവാണ്. ഈ വാക്കുകളൊന്നും മരിക്കുന്നില്ല. അതുകൊണ്ടാണ് ശാപം പറയാനോ അനുഗ്രഹം പറയാനോ ഒക്കെ ദൈവം പറയുന്നത്. അനുഗ്രഹം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. അത് കിട്ടുക തന്നെ ചെയ്യും. ശാപം പറഞ്ഞാൽ അത് കിട്ടുമോ? അത് കിട്ടുക തന്നെ ചെയ്യും. കാരണം അതൊരിക്കലും മരിക്കുന്നില്ല. എറ്റേണിറ്റി വരെ ഉണ്ട് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ. അത് ഈ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ആത്മീയ ഗോളത്തിലെ ദൂതന്മാർക്കും അതുപോലെ ഈവിൾ സ്പിരിറ്റിനും ഒക്കെ അത് മനസ്സിലാവും. അതുകൊണ്ട് ഡോണ്ട് കണ്ടം അതേഴ്സ്. മറ്റുള്ളവരെ കണ്ടം ചെയ്യാനായിട്ട് അത് ചെയ്യുന്ന അനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ റാങ്കുകൾ നമ്മൾ ഡീഗ്രേഡ് ചെയ്ത് കളയുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒരാളെ നെഗറ്റീവായിട്ട്, ഇപ്പം ബൈബിളിൽ നമുക്ക് വചനങ്ങളെടുത്ത് കോട്ട് ചെയ്യാം. ദുരുപദേശത്തിന് അഗൻസ്റ്റായിട്ട് പഠിപ്പിക്കണം. നിങ്ങൾ പഠിപ്പിച്ചോ, ദുരുപദേശത്തിന് അഗൻസ്റ്റായിട്ട് പഠിപ്പിച്ചോ. എന്നാൽ ഇന്ന ദാസൻ പറഞ്ഞത് ദുരുപദേശമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്താ കാര്യം എന്ന് അറിയാം? ഒരിക്കൽ അദ്ദേഹത്തിന് മേലൊരു അഭിഷേകം കിടപ്പുണ്ട്. ആ അഭിഷേകം നഷ്ടപ്പെടുത്തി കളഞ്ഞു കാണുമായിരിക്കാം. വേണ്ടാത്തൊക്കെ തെറ്റിലേക്ക് പോയി കാണുമായിരിക്കാം. അതിൻ്റെ പേര് പറഞ്ഞ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു അത് മാത്രം പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരാളിനെ കുറ്റം പറയേണ്ടോ, അങ്ങനെയുള്ള നിങ്ങളുടെ സ്പിരിച്വൽ ഫാദർ ആയിട്ടുള്ള ഒരാൾ തെറ്റിപ്പോയെങ്കിൽ പോലും അയാളെ നിങ്ങൾക്ക് നേരെയാക്കണമെങ്കിൽ അയാളെ നേരിട്ട് കണ്ട് സംസാരിച്ച്, അല്ലെങ്കിൽ നേരിട്ട് അയാളോട് ഫോൺ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ സഹോദരൻ പറഞ്ഞ തെറ്റാണ് എന്നവനെ പറഞ്ഞ് കറക്റ്റ് ചെയ്യാം. എന്നാൽ പബ്ലിക്കായിട്ട് അവനെതിരായിട്ട് വിളിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ഇന്ന് തൽക്കാലം എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മളെ കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് നമ്മുടെ റാങ്ക് വർദ്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ പ്രധാനമായിട്ട് നിങ്ങളോട് പറയുന്ന 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, യുവർ റാങ്ക് എന്ന് പറയുന്നത് മാർക്ക് ഓഫ് യുവർ കോളിംഗ്, നിങ്ങളുടെ വിളിയുടെ ഒരു മാർക്കാണ്. രണ്ടാമത് പറയുന്നത് നിങ്ങളുടെ മേളിലുള്ള അഭിഷേകം മാൻറ്റിലാണ് എന്ന് പറഞ്ഞു. മാൻറ്റിൽ, അല്ലെങ്കിൽ അതിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു അങ്കി ആണ് എന്ന് പറഞ്ഞു. മൂന്നാമത് പറയുന്നത് നിങ്ങളുടെ ഗിഫ്റ്റുകളാണ് ഓഫീസിൽ. അത് കൃപ അനുസരിച്ചാണ് ദൈവം ഗിഫ്റ്റുകൾ തരുന്നത്. നാലാമത് പറഞ്ഞു യുവർ പർപ്പസ് ആൻഡ് ഡെസ്റ്റിനി ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. അതിനെക്കുറിച്ച് എനിക്ക് ശരിക്കും പറയാൻ പറ്റിയില്ല. അതിനെയും അടുത്തൊരു എപ്പിസോഡിൽ പറയാം എന്ന് വിചാരിക്കുകയാണ്. യുവർ പർപ്പസ് ആൻഡ് ഡെസ്റ്റിനി ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. അതിനകത്തും കൂടിയാണ് ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താണ്? യേശുക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കാൻ. അതുകൊണ്ട് നിങ്ങളുടെ റാങ്ക് വർദ്ധിപ്പിക്കാൻ ദൈവം പലതരമായിട്ടുള്ള ടെസ്റ്റിൽ കൂടി നടത്തി കൃപ തരുമ്പോഴേ, പിശാച് നിങ്ങളെ ദൈവം ലീഡ് ചെയ്യുന്ന പിശാചിൻ്റെ ഒരിക്കലേക്ക് ലീഡ് ചെയ്ത് ചില ടെംപ്റ്റേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ റാങ്ക് വർദ്ധിക്കുവാൻ ജയിച്ചാലും നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് വി ഷുഡ് ബി കോൺഫിഡൻറ്റ്. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കാൻ, നമ്മൾ അതോറിറ്റി എടുത്ത് നിൽപ്പാൻ, അനുസരണത്തിൽ ജീവിപ്പാൻ ഈ ദിവസങ്ങൾ ദൈവം ഇടവരുത്തട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ റാങ്കിലെ വർദ്ധിച്ചു വരുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പർപ്പസും ഡെസ്റ്റിനി എന്താണെന്ന് കൂടുതലായിട്ട് റിയലൈസ് ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുള്ള മാൻറ്റിൽ എന്താണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ വിളിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവെ, ഓഫീസിലെ നീ തന്നിരിക്കുന്നതായിട്ടുള്ള ഗിഫ്റ്റുകളെക്കുറിച്ചുള്ള തിരിച്ചറിവ്, അത് എക്സസൈസ് ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കാണുന്നവരെല്ലാം പല ലെവലിലെ ക്രിസ്തീയ ജീവിതത്തിൽ വളരുവാൻ കർത്താവെ ഇത് കാരണമായി തീരെ സഹായിക്കുകയും ചെയ്യണം. ഞങ്ങളെപ്പോഴും കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തിലുള്ളവരുടെ കാര്യങ്ങളെ ഓർത്ത് കരയുന്നവരാ, എന്നാൽ കർത്താവിലെല്ലാം നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നുള്ള ആ വലിയൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഓർത്ത് സ്തോത്രം. നീ വിടുവിക്കുന്ന ഓർത്ത് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി എല്ലാ മേഖലകളിലും വരികയും അവരനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം, അനുഗ്രഹിക്കുന്ന സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് തുടർമാനമായി വാച്ച് ചെയ്യണം. ഞാൻ ഈ 2 എപ്പിസോഡ് ആണ് പറഞ്ഞത് ഈ നമ്മുടെ റാങ്ക് വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ ആ പർപ്പസും ഡെസ്റ്റിനിയിലുമുള്ള ചില ആക്ടിവിറ്റിയെക്കുറിച്ച് പറയണം. അതൊരു എപ്പിസോഡ് എടുക്കും, അത് പറയും. നിങ്ങളിത് തുടർമാനമായി വാച്ച് ചെയ്യുകയും കാണുകയും ചെയ്യുക.
നിങ്ങൾക്ക് ഒരുപാട് ഇത് പ്രയോജനമായി തീരും. ക്രിസ്തീയ ജീവിതത്തിലെ നിങ്ങളുടെ വളർച്ചയും പ്രത്യേകിച്ച് ഈ പ്രതികൂല അവസരങ്ങൾ പിശാചുമായിട്ടുള്ള അറ്റാക്കിലൊക്കെ ശക്തമായി മുമ്പോട്ട് പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.